L2 Empuran 2 days to go. 2019 മാർച്ച് 28 ലൂസിഫർ റിലീസ് ചെയ്ത ദിവസം. അന്ന് ഞാൻ ചെയ്ത ലൂസിഫറിൻ്റെ റിവ്യൂ യൂട്യൂബിൽ അവൈലബിൾ അല്ല. കുറേ പേര് ചോദിച്ചു, അതുകൊണ്ട് അത് റിലീസ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. അതിനോടൊപ്പം കുറച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. അന്ന് ഞാൻ ആ സിനിമ കണ്ടത്, ലൂസിഫർ കണ്ടത് കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ്. ഇന്നത്തെ പെട്ടിക്കട ARC അല്ല, പഴയ കോർണേഷൻ. പടം കണ്ടുള്ളവർക്കറിയാം, ഇപ്പോഴുള്ള മാജിക് ഫ്രെയിംസ് രാധയുടെ അത്രയും വരും, അതിന് കൂടുതലും വരും. ഇങ്ങനെ കടല് പോലെ പുറകിലൊക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ജനസാഗരം കാണാം. അങ്ങനെയുള്ള ഒരു തിയേറ്ററിനകത്ത് ഹൗസ്ഫുള്ളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഓൾറെഡി വളരെ ശോകാവസ്ഥയായിരുന്നു ആ സമയത്ത് ലാലേട്ടന്. 2018 മാർച്ച് 28 അതിന് മുൻപ് ലാസ്റ്റ് ഇയർ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ, പിന്നെ ഒടിയൻ, അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ ഡ്രാമ, വെളിപാടിൻ്റെ പുസ്തകം, നീരാളി എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പടുകുഴിയിൽ കിടക്കുന്ന സമയത്താണ് ലൂസിഫറുമായിട്ട് വരുന്നത് പൃഥ്വിരാജിൻ്റെ. മുരളി ഗോപി എഴുതുന്ന സിനിമ, പൃഥ്വിരാജിൻ്റെ ആദ്യ സിനിമ, സംവിധാനം എന്നൊക്കെയുള്ള ഭയങ്കരമായ പ്രതീക്ഷയിൽ ഞാൻ കണ്ടിട്ട് ലൈഫിൽ കണ്ടിട്ട് ഞെട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ട്രെയിലറിൽ ഒന്നായിരുന്നു ലൂസിഫറിൻ്റെ. പടം കണ്ടു കഴിഞ്ഞപ്പോൾ അതേ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ന് റിവ്യൂ പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ സ്ക്രീനൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റപ്പായി അങ്ങനെയൊന്നുമല്ല. പടം കാണുക, കാറ് കയറുക, പറയുക. സീക്രട്ട് ഏജൻ്റൊക്കെ ഇപ്പോൾ പറയുന്ന പരിപാടി അന്ന് നമ്മൾ ചെയ്തതാണ്. പടം കാണുക, കാറ് കയറുക, പറയുക. അത് എക്സ്പീരിയൻസ് എന്ന് പറയുക, ആ ഇമോഷനെ പങ്കുവയ്ക്കുക. അത് പടം മോശമാണെങ്കിൽ അത്, നല്ലതാണെങ്കിൽ അത്, അല്ലാതെ ഒരുപാട് സ്ക്രൂട്ടിനൈസ് ചെയ്ത് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് അങ്ങനെയല്ല. ഒരു ഇമോഷൻ കൺവേ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു കൈൻഡ് ഓഫ് എൻ്റെ ഒരു റിവ്യൂയിങ് രീതി. അത് പിന്നെ കാലക്രമേണ മാറി ഒരു ഇവല്യൂഷൻ സംഭവിച്ച് ആണ് ഇന്നത്തെ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. മാർച്ച് 28 ഞാൻ സ്കൂൾ വർക്ക് ചെയ്യാണ്, +2. അപ്പോൾ ഒരു സ്കൂൾ അടയ്ക്കുന്ന സമയമാണ്. അപ്പോൾ ലാസ്റ്റ് മറ്റേ മീറ്റിംഗ്, സ്റ്റാഫ് മീറ്റിംഗ്. അപ്പോൾ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് കാണാൻ പോയത്. ഇത് കണ്ട് ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ റിവ്യൂ പറയാൻ പറ്റുന്നില്ല. അത് കാറിയെടുത്ത് പറയാൻ പറ്റുന്നില്ല, സ്റ്റക്കായി പോവുക. ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റക്കായി പോകും. അങ്ങനെ പ്രിൻസിപ്പൽ വിളിക്കാൻ തുടങ്ങി. ഇത് എവിടെ, അശ്വന്ത് എവിടെ ചോദിച്ചിട്ട് ഞാനാണ് സ്റ്റാഫ് സെക്രട്ടറി. അങ്ങനെ പെടലായിരുന്നു. ലാസ്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ പറഞ്ഞിട്ട് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് തീർത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും കാരണം അതൊന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ശേഷം ലാലേട്ടൻ ചെയ്ത സിനിമകളാണ് ഇട്ടിമാണിയും ബിഗ് ബ്രദറും. പിന്നെ ലാലേട്ടൻ തിരിച്ചു വന്നത് ദൃശ്യം 2 OTT റിലീസ് കൂടിയാണ്. അപ്പോഴേക്ക് പിന്നെ 2019 കഴിഞ്ഞ് 20 കോവിഡായി. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു ജങ്ഷറിൽ നമ്മൾ ഈ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ, ഏത് L2E വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ലൂസിഫർ അന്ന് കണ്ട ഒരു ഓർമ്മ, അന്യ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ റിവ്യൂവിൽ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന റിവ്യൂവിനകത്ത് മുഴുവനൊന്നും പറഞ്ഞിട്ടില്ല, കാരണം അന്ന് പറഞ്ഞ സ്പോയിലറായി പോകുമല്ലോ. ലാസ്റ്റ് ലൂസിഫർ മാറിയിട്ട് ഖുറേഷി അബ്രഹാം വരുന്ന സീന് ഭയങ്കര ഒരു ജമ്പായിരുന്നത്. കാരണം ആൾക്കാർ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ. അത് തന്നിട്ടുള്ള കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അൺപ്രസിഡൻറ്റഡ് കിക്കായിരുന്നത്. അതിന് മുൻപ് അങ്ങനെ സാധനം കിട്ടിയിട്ടില്ല മലയാള സിനിമയിൽ. അങ്ങനെയുള്ള ഒരു സിനിമയുടെ രണ്ടാം ഭാഗം 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ ഐ ആം വെയിറ്റിംഗ്. ഹായ് ഓൾ, ദിസ് ഈസ് കുക്ക്. ലൂസിഫർ കണ്ടുവരുന്ന വഴിയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അതായത് ഫാൻ ഷോ അല്ല, നോർമൽ ആയിട്ടുള്ള ആദ്യത്തെ ഷോ തന്നെ കണ്ടു. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ വാച്ചിങ് ലൂസിഫർ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവായിട്ട് സ്റ്റേഡിയത്തിനകത്ത് വെച്ചിട്ട് ഒരു ത്രില്ലിംഗ് 2020 മാച്ച് കണ്ട, ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ട അവസ്ഥയാണ്. അങ്ങനെ തന്നെ പറയാൻ കാരണം, ഞാൻ കോഴിക്കോട് കോർണേഷൻ തിയേറ്ററാണ് സിനിമ കണ്ടുള്ളത്. അത്രയും വലിയ തിയേറ്ററാണ്, അത്രയും ക്രൗഡ് കൊള്ളുന്നൊരു തിയേറ്ററാണ്. അവിടെ ഇത്രയും ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ലൂസിഫർ കണ്ടപ്പോഴുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. അത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. കുറേ നാളുകളായി, ഒരുപാട് നാളുകളായി ഇങ്ങനെ ഒരു സിനിമ. കാരണം നമുക്കറിയാം, നല്ല രീതിക്ക് പോസ്റ്റർ വരും, അനൗൺസ്മെൻറ്റ് ഉണ്ടാവും, പിന്നീട് നമ്മളിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കും. അവസാനം ടീസർ വരും, അപ്പോഴും കിടുമായിരിക്കും, ട്രെയിലർ വരും, അതിനും കിടുമായിരിക്കും. ലാസ്റ്റ് തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ എല്ലാവരും നിരാശരായി കഞ്ഞി കിട്ടിയ അവസ്ഥയാണ് കുറേ കാലമായിട്ട് ലാലേട്ടൻ ചിത്രത്തിനായി കഴിഞ്ഞാലും പൊതുവിൽ നമുക്ക് മലയാളികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി. ട്രെയിലറിൽ നമ്മൾ എന്താണോ കണ്ടത് അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ, അതായത് അത്രയും ഒരു 3 മിനിറ്റിനുള്ളിൽ കണ്ടൊരു സംഭവം അത്രയും മണിക്കൂറുകൾ നമുക്ക് തിയേറ്ററിലിരുന്ന് കണ്ടങ്ങ് അടിച്ച് തകർത്ത് കളഞ്ഞു. ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ പേഴ്സണലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പൃഥ്വിരാജിനാണ്. മുരളി ഗോപിയൊക്കെ എപ്പോഴേ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഗ്രേറ്റ് റൈറ്ററാണ്. പുള്ളി ഒരു മാസ് മസാല എൻ്റർടൈനർ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എടുത്ത് പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞപ്പോഴാണ് അറിയാനായിട്ടുള്ളത്. അപ്പോൾ അത് ഈ പടത്തിലൂടെ പുള്ളി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതുപോലത്തെ സ്ക്രിപ്റ്റാണ്. പക്ഷേ ആ സ്ക്രിപ്റ്റ് ഇത്രയും വിഷണറി ആയിട്ട്, ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡയറക്ടർ എങ്ങനെ ഒരു എൻ്റർടൈനർ മനസ്സിൽ കോംപ്രഹെൻസീവായിട്ട് കണ്ടിട്ട് ചെയ്യണം എന്നുള്ളത് പൃഥ്വിരാജിനെ കണ്ടു പഠിക്കണമെന്ന് ഈ സിനിമ കൊണ്ട് പറയാൻ പറ്റും. ഒരു സിനിമ കൊണ്ട് ആരൊന്നും ആവുന്നില്ല, എങ്കിലും പൃഥ്വിരാജിൻ്റെ അടുത്ത് പേഴ്സണലി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ആളുകൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ.
വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ലാലേട്ടനെ വെച്ചോ മമ്മൂക്കാനെ വെച്ചോ വലിയ സ്റ്റാറുകൾ വെച്ച് പോലും എടുത്തു കഴിഞ്ഞാൽ ഒന്ന് തകർക്കാം, തിയേറ്റർ ഇളക്കി മറിക്കാം, ബോക്സ് ഓഫീസ് ഇളക്കി മറിക്കാം, ഇൻഡസ്ട്രിക്ക് മൊത്തം ഗുണമാണ്. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് കണ്ടുകൊണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും നിങ്ങൾക്ക് പരിചയമുണ്ട്, ലാസ്റ്റ് വന്ന പൃഥ്വിരാജിൻ്റെ ഉൾപ്പെടെ. അപ്പം ലാലേട്ടനാണ്, സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് നെടുന്തൂണെങ്കിൽ കൂടെ എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായ സ്പേസിനകത്തുണ്ട്. അതിൽ വിവേക് ഒബ്രോയ്ക്ക് ഒരു രക്ഷയില്ല, വില്ലൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്കാവില്ല. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സ് ചെയ്ത എല്ലാ ആളുകളും. പിന്നെ മഞ്ജു വാര്യർ ഒടിയലിൽ ഉണ്ടായ ക്ഷീണമൊക്കെ ഇതിൽ മാറിക്കിട്ടും. കാരണം മഞ്ജു വാര്യർക്ക് പറ്റിയ ക്യാരക്ടറാണ്, മനസ്സിലായില്ലേ? ഒരുമാതിരി പൈങ്കിളി അഞ്ഞ പരിപാടിയില്ല, അതിനകത്ത് കൃത്യമായിട്ട് ഡെപ്തുള്ള ക്യാരക്ടറാണ്. അതുപോലെ ടൊവിനോയി കഴിഞ്ഞാലും എല്ലാ ആളുകളും പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ആവശ്യമില്ല. പൃഥ്വിരാജ് അറിയാം, നിങ്ങൾ പോസ്റ്റർ കണ്ട ആളിനാണ് ഇതിനകത്ത്. പിന്നെ ലാലേട്ടനെ കുറിച്ച് നമ്മളെന്ത് പറയുന്നത്, പുള്ളി ചുമ്മാ നിന്ന് കയറി ഇറങ്ങി പോയാൽ മതിയല്ലോ. അപ്പം പുള്ളി ജസ്റ്റ് ബിഹേവ് ചെയ്തു, ഒരു നോട്ടം കൊണ്ടായി കഴിഞ്ഞാലും ചെറിയ സബ്റ്റിലായിട്ടുള്ള ചെറിയ ഇമോഷൻസ് കൊണ്ടായാലും പുള്ളി തിയേറ്റർ ഇളക്കി മറിച്ച് കളഞ്ഞു. ഇനി ഫാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻ ഫാൻസൊക്കെ രാവിലെ കണ്ടുപോയി കാണും. എന്നാലും ലാലേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാർ പറയുകയാണെങ്കിൽ ഇത്രയും എൻഗേജിങ് ആയിട്ട്, ഇത്രയും ചെറിഷ് ചെയ്ത് ത്രില്ലിംഗ് ആയിട്ട് സിനിമ കാണുന്ന ഫാൻസിനെ ഞാൻ കണ്ടില്ല മലയാളത്തിൽ. തമിഴിലൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ മലയാളത്തിൽ ഒരുപാട് എല്ലാ നടന്മാരെയും ഫസ്റ്റ് ഡേ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡേ കാണുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ്, ആംബിയൻസ്, ഇമോഷനൊക്കെ അത് വേറെ ലെവലാണ്. അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്റർ വെച്ചാൽ മൾട്ടിപ്ലെക്സ് എല്ലാം നല്ല വലിയ തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. ടെക്നിക്കൽ സൈഡൊന്നും പറയേണ്ട കാര്യമില്ല. സുജിത് വാസുദേവ് ആയി കഴിഞ്ഞാലും പിന്നെ മ്യൂസിക് ഒരു രക്ഷയില്ല, BGM അന്യായ BGM. അതായത് നമ്മുടെ ഗോപിയേട്ടനും സാം CS ഒക്കെ ചെയ്ത് വെക്കുന്ന അതേ ടൈപ്പ് സാധനം തന്നെ അതിലും ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് ദീപക് ദേവ്. പിന്നെ കട്ട്സിൻ്റെ ഒക്കെ ഒരു ഗുണം ഫൈറ്റ് കാണാൻ പറ്റും. ഫൈറ്റൊന്നും തീരെ ലാഗ് ഇല്ല, അതായത് നമുക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് ഇല്ല ഫൈറ്റിനിടയ്ക്ക്. പടയും പറഞ്ഞ അടിയാണ്. പിന്നെ പീറ്റർ ഹെയിൻ്റെ സ്റ്റൈലല്ല, കാല് കൊളുത്തി വലിക്കലും മറിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അടി കിട്ടുന്ന ഫീൽ നമുക്കുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ മൊത്തത്തിൽ പിന്നെ എന്താ പടത്തിന്റെ ഫ്ലാഷ് ബാക്കും അനാവശ്യമായ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്താണ് ലാലേട്ടനകത്ത് എന്നുള്ളത് സിനിമ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീൽ ചെയ്യാൻ ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് ദ ബ്രില്യൻസ് ഓഫ് ദ ഡയറക്ടർ. വെറുതെ കുറേ ഫ്ലാഷ് ബാക്ക് കാണിക്കുക, കുറേ ചറപറ സീൻ കാണിക്കുക, ഇയാൾ വലിയ ആനയാണ് ചേനയാണെന്ന് പറയുന്നത് അങ്ങനെ പരിപാടിയൊന്നുമില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബ്രില്യൻസ് പറയുന്നത്, ഫിലിം മേക്കിൻ്റെ ബ്രില്യൻസ്. പിന്നെ ഇതിൻ്റെ ഷോർട്സ് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇതിൻ്റെ സീൻസ് മേക്ക് ചെയ്ത രീതിയൊക്കെ നമ്മൾ ട്രെയിലർ ഇറങ്ങിയപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് പൃഥ്വിരാജിൻ്റെ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഒരു ഷാജി കൈലാസിന് അമൽനീരത്തിലുണ്ടായ ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാജി കൈലാസിൻ്റെ അത്രയും ഫാസ്റ്റ് അല്ല, അമൽനീരത്തിന് അത്ര സ്ലോ അല്ല, ഇൻ ബിറ്റ്വീൻ ദാറ്റ്. പക്ഷേ ഒരേ പേസാണ് ആദ്യം മുതൽ അവസാന പടത്തിന്, ഒരേ പിന്നെ ഫോമാറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകൻ ഇൻവോൾവ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഓരോ ക്യാരക്ടറും കയറി പോകുന്നതും കൃത്യമായിട്ട് മാസ് സീൻസ്, ഫൈറ്റ്, ലാസ്റ്റ് ക്ലൈമാക്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട് മ്യൂസിക് വിത്ത് അടി, അതുപോലത്തെ ഒരു സംഭവങ്ങൾ കാണും. വെട്ടിക്കെട്ട് പൂരം കണ്ട പോലെ സംഭവമാണ്. ഇപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. എന്നാലും ഇനിയിപ്പോൾ ഫാമിലിക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണത്തിൽ ഞാൻ കാണുന്നില്ല. പിന്നെ സാധാരണ പ്രേക്ഷകന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഫാൻസിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടായി കഴിഞ്ഞാൽ പടം ഷോർട്ട് ഹിറ്റാണ്. ഇൻഡസ്ട്രിയിൽ ഹിറ്റാവുമെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുമാതിരി അഞ്ഞാമഞ്ഞ ഫാമിലിക്കാരെ കാണുന്ന പടങ്ങളുണ്ട്. ഇപ്പോൾ പുലിമുരുകനായി കഴിഞ്ഞാൽ ഈ ചളിഞ്ഞ കോമഡി, കുറച്ച് അത്യാവശ്യം ഡബിൾ മീനിങ്, അങ്ങനെ പരിപാടി ഇതിനകത്തില്ല. കുറേ പുട്ടിനെ തേങ്ങയുടെ പോലെ പാട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വെറും സാധാരണക്കാരെ പ്രേക്ഷകന് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഷോർട്ട് ഹിറ്റാണ് എന്ന് ഉറപ്പാണ്. അപ്പം ബാക്കി കണ്ടറിയാം. കണ്ട ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാര്യം ഇത് മമ്മൂട്ടി ഫാൻസ് നോക്കേണ്ട കാര്യമില്ല, അത്രയും കിടുവാണ്. നിങ്ങൾക്ക് ആസ്വദിക്കണോ പ്രജുഡീസ് അല്ലാതെ നിങ്ങൾ ഒരു നടൻ്റെ ആരാധകനായിട്ട് അങ്ങനെ ഒരു മുൻവിധിയോട് കൂടി അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയം എൻജോയ് ചെയ്യാം. ഇല്ല നഷ്ടം നിങ്ങൾക്കാണ്. എന്തായാലും നമുക്ക് നല്ലൊരു ഡയറക്ടറെ കിട്ടിയിരിക്കുകയാണ്. തമിഴിലൊക്കെ നമ്മളിപ്പോൾ എടുത്ത് കാർത്തി ശിവരാജിനൊക്കെ ഒരുപാട് പ്രശംസിച്ചാണ്, ആർലീനെയും മറ്റവരൊക്കെ. അതുപോലെ നമുക്കൊരു മാസ് മസാല വൺ ക്യാൻവാസിൽ വൈഡായിട്ട് എടുക്കാൻ പറ്റിയ ഡയറക്ടറെ കിട്ടി. പൃഥ്വിരാജ് കുമാർ. നമ്മൾ പുള്ളിയുടെ ആക്ടിങ്ങിനെ കളിയാക്കെങ്കിലും ബീങ് എ ഡയറക്ടർ, ഹാറ്റ്സ് ഓഫ് മാൻ.